ഹായ് ഹലോ നമസ്കാരം, ഷാനുവാണ്. വിക്കറ്റുകൾ വീണുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് 4 വിക്കറ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോഴ് 4ന്റെ സമയത്ത് ഇപ്പൊ ഏകദേശം ഒരു 12-13 വിക്കറ്റൊക്കെ വീണിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാല് ചിലതൊക്കെ ആരോപണങ്ങൾ മാത്രമായിട്ടൊക്കെ മാറുമ്പോഴേ ചിലതൊക്കെ വളരെ വ്യക്തമായ തെളിവുൾപ്പെടെയാണ് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് AMMA എന്ന സംഘടനയുടെ അതിന്റെ ബാനറിൽ നിൽക്കുന്ന കുറച്ച് സിനിമാ താരങ്ങളെ കുറിച്ചാണ്. അമ്മ എന്ന വാക്കിന് ഒരുപാട് പരിശുദ്ധിയുണ്ട്. അമ്മ എന്ന വാക്കിനെ നമ്മളൊക്കെ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള പെണ്ണുപിടിയന്മാരുടെയും അതുപോലെ തന്നെ കൂട്ടിക്കൊടുപ്പുകാരുടെയും ഒരു സംഘടനയുടെ പേര് അമ്മ എന്ന് ചേർത്ത് വായിക്കാൻ ഒരു മലയാളി എന്ന രീതിയിൽ വളരെയധികം ദുഃഖമുണ്ട്. സത്യം പറയാം, ഇന്ന് ഞെട്ടിച്ചിരിക്കുന്നത് മിനു മുനീർ എന്ന് പറഞ്ഞ ഒരു നടിയാണ് കേട്ടോ. ഞെട്ടിച്ചെന്ന് പറഞ്ഞാൽ ഞെട്ടിച്ചുപോയി. കാര്യം എന്ന് പറഞ്ഞാൽ അവര് ഇത് പുറത്തു പറയാൻ മെയിൻ ആയിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചാല്, ഒരു MLA-ക്കെതിരെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും സംസാരിക്കുമ്പോഴേ അതിനെ രാഷ്ട്രീയമായിട്ട് എടുത്തിടാനായിരിക്കും MLA ശ്രമിക്കുക കൂടുതലും. കാര്യം ഇന്നലെ വിവാദം ഉണ്ടായ ഉടനെ ദിലീപും അതുപോലെ രഞ്ജിത്തൊക്കെ രാജിവെച്ചപ്പോഴും തന്റെ MLA സ്ഥാനം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്താലായിരിക്കാം മുകേഷ് പറഞ്ഞത് ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങളാണ്, ഇത്ര വർഷം മുമ്പ് നടന്ന കാര്യമാണ്, എനിക്കിതൊന്നും ഓർമ്മ പോലും ഇല്ലെന്നാണ്. പക്ഷേ മുകേഷിനെതിരെ പറഞ്ഞുകൊണ്ട് കറക്റ്റായിട്ട്, അതായത് നീ ആർക്കും കൊടുക്കാറില്ലല്ലോ, എല്ലാം പൊത്തി വെച്ചേക്കൂ എന്നൊക്കെ ഒരു നടിയുടെ മുഖത്ത് നോക്കി പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അവരിപ്പോഴും അത് ഓർത്തിരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുകേഷ് താങ്കൾ ഇതിൽ പ്രതിയാണ്. 2 മക്കളുടെ അമ്മയായ ഒരു സ്ത്രീ അവർ ഇത്രയും പബ്ലിക്കലി വന്നിട്ട് ഈ കാര്യം ഞങ്ങൾക്കെതിരെ പറയുമ്പോഴേ അവർക്കറിയാം താങ്കൾ ഇപ്പോൾ ഒരു MLA കൂടിയാണ്. അവർക്ക് ഇതിന്റെ ഭവിഷ്യത്തെല്ലാം മനസ്സിലായിട്ടാണ് ഇത് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് അനുഭവിച്ചിട്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ പുറത്തു പറഞ്ഞിരിക്കുന്നത്. കലണ്ടർ എന്ന സിനിമയിൽ വെച്ചാണ് ഞാൻ മുകേഷിനെ പരിചയപ്പെടുന്നത്. അവിടെ വെച്ചും അദ്ദേഹം എന്നോട് പരിചയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ഇഷ്ടമൊക്കെ തുറന്ന് എന്നോട് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ലൊക്കേഷൻ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ്, അല്ലാതെ റൂമിലൊന്നുമല്ല, സെറ്റിലിരിക്കുമ്പോഴാണ്. ഈ അമ്മയിൽ അസോസിയേഷനിൽ മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് തന്നില്ല. അന്നേരം പുള്ളിക്കാരൻ പറഞ്ഞു, നീ ഞാൻ അറിയാതെ നുഴഞ്ഞു കയറാൻ നോക്കുകയാണോ അമ്മയിൽ? ഞാനറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കത്തില്ല, നിനക്ക് തരാൻ വലിയ ബുദ്ധിമുട്ടല്ലേ? നാടകമേഖലകം എന്ന സിനിമയിൽ വന്നപ്പം ഞാൻ ഈ പുള്ളിക്കാരൻ മുഖം കൊടുത്തില്ല, കാരണം ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായതുകൊണ്ട്. അപ്പോൾ പുള്ളി എൻ്റെ റൂമിൽ ഒന്ന് കൊട്ടി. അപ്പോൾ ഞാൻ തുറന്നപ്പോൾ എന്നോട് പെട്ടെന്ന് അകത്തോട്ട് കയറി പറഞ്ഞു, എന്താ ഇയാളുടെ പ്രശ്നം, ഇയാൾക്ക് എന്താന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എനിക്കത് വളരെ ബുദ്ധിമുട്ടായി എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. എടേ എന്തിനാണ് സിനിമയെ കുറിച്ചൊക്കെ തനിക്ക് അറിയത്തില്ലേ? അപ്പോൾ അതിനെ കുറിച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റ് എന്താ അങ്ങനെ പുള്ളിക്കാരൻ കൊണ്ട് പുള്ളി അവിടെ വെച്ചാൽ അങ്ങനെ കയറി കെട്ടിപ്പിടിച്ചു. അതുപോലെ തന്നെയാണ് മലയാള സിനിമയുടെ എന്താ പറയാ ഒരു താര സംഘടനയാണെന്നുള്ള രീതിയിലാണ് ഈ AMMA എന്നുള്ള സംഘടന നിലവിൽ വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് കാലങ്ങളായിട്ട് അതിന്റെ സെക്രട്ടറി ആയിട്ടൊക്കെ ഇരുന്നത് നമ്മുടെ ഇടവേള ബാബുവാണ്. ഇടവേളകൾ ഉള്ളത് കൊണ്ട് മാത്രമായിരിക്കും അദ്ദേഹം സിനിമകളിലൊന്നും അഭിനയിക്കാറില്ല. പക്ഷെ ഈ ഒരു സ്ഥാനത്ത് അദ്ദേഹം എപ്പോഴും ഉണ്ടാകും. വിവാഹം കഴിച്ചിട്ടില്ല. പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് വിവാഹം കഴിക്കാത്തതെന്ന് പറഞ്ഞപ്പോൾ ഈ ഇടയ്ക്ക് മേനക പറഞ്ഞ ഡയലോഗ് എന്താണെന്ന് വെച്ചാല്, അത് അദ്ദേഹം സിനിമയിലെ സ്ത്രീകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം വിവാഹം കഴിക്കാതിരുന്നതെന്ന്. അത് അന്ന് ആർക്കും മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഈ മീനു മുനീർ എന്ന് പറയുന്ന നടി പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഈ അമ്മയില് അംഗത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇടവേള ബാബു അവരെ ഫ്ലാറ്റിലേക്ക് ക്ഷണിക്കുന്നു. അതിനുശേഷം അവിടെ എത്തുന്നതിന് ശേഷം പുറകിൽ നിന്ന് കയറി പിടിക്കുന്നു. അവരതിന് വഴങ്ങാതിരിക്കുമ്പോഴേ എന്തൊക്കെയോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതൊക്കെ പറഞ്ഞുള്ള ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. താങ്കൾ AMMA സംഘടനാംഗത്വത്തിന് വേണ്ടി ആരെയാണ് സമീപിക്കുന്നത്? ഇടവേള ബാബുവിനെ ഫോൺ വിളിക്കായിരുന്നോ, നേരിട്ട് കാണുകയായിരുന്നോ? അന്നേരം നേരിട്ട് വരാൻ പറഞ്ഞു. ഫ്ലാറ്റിലോട്ട്, കല്ലൂരിലെ ഫ്ലാറ്റിലോട്ട് എന്നെ വിളിച്ച് ഫോം ഫില്ല് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫ്ലാറ്റിൽ വെച്ചാണോ അംഗത്വം കൊടുക്കുന്നത്? ഫോം തരാൻ പറഞ്ഞു. നിന്നെ ഇങ്ങോട്ട് വാ, ഫോമിൽ സിഗ്നേച്ചർ ഇടണം, ഞാൻ ഇന്ന് തന്നെ ഞാനത് കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് എനിക്കതിലൊന്നും തോന്നിയില്ല, പെട്ടെന്ന് ചെല്ലുകയും ചെയ്തു. ചെന്നപ്പോ എന്ത് സംഭവിച്ചു? ചെന്നപ്പം എനിക്ക് ഫോം ഒക്കെ എടുത്തു തന്നു, ഇരിക്കാൻ പറഞ്ഞു, എന്താ കുടിക്കാൻ എന്തൊക്കെയോ തന്നു. പിന്നെ ഇത് ഫില്ല് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ നിന്നോണ്ട് ഞാൻ ഇരുന്നില്ലായിരുന്നു. ആ ടേബിളിൽ ഇങ്ങനെ കുനിഞ്ഞിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ എന്റെ കഴുത്തേൽ ഇങ്ങനെ വന്ന് ഉമ്മ വെച്ചു. ഇടവേള ബാബു താല്പര്യമില്ലാത്ത രീതിയിൽ ഞാൻ പറഞ്ഞത് എന്താ ഇങ്ങനെയൊക്കെ. അപ്പൊ അല്ല ഒന്നും ആയിക്കൂടെ, ഞാനാണ് കല്യാണം പോലും കഴിക്കാത്ത ഒരു ബാച്ചിലർ അല്ലേ, ഒന്ന് സഹകരിച്ചൂടെ എന്നൊക്കെ പുള്ളിക്കാരനോട് വലിയ സംസാരമൊക്കെ ആയിരുന്നു. എന്റെ കൂടെ നിൽക്കുക, നമുക്ക് ഒരുപാട് കാശുണ്ടാക്കാം, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും, എന്റെ കൂടെ നിൽക്കുക, ഞാൻ സ്റ്റേജ് ഷോസ് ഒക്കെ ഞാൻ കൊണ്ടുപോകാം. പലതും ചെറുതായിട്ട് ഒരുപാട് ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആരോപണങ്ങൾ കേട്ടോ. നമ്മള് താരങ്ങളാണെന്ന് കണ്ട് ആരാധിച്ചിരുന്ന പലരുടെയും മുഖങ്ങൾ ഇങ്ങനെ അഴിഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ലാൻഡി ചാക്കോയുടെയും അതുപോലെ തന്നെ ബാബുരാജിനെതിരെയൊക്കെ വീഡിയോസ് വന്നിട്ടുണ്ട്. അവർ അതിനെയൊക്കെ തള്ളി പറഞ്ഞിട്ടുണ്ട്. എന്താകുമെന്ന് നാളെ നമുക്കറിയാം. ഷൈനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അയാൾക്കെതിരെ വന്ന ആ ഒരു ന്യൂസ് എടുത്ത് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് അയാളുടെ ഇൻസ്റ്റയിൽ തന്നെ. എന്തിന്റെ കുഞ്ഞാണോ എന്തോ ഒരു പിടുത്തമില്ല കേട്ടോ. എന്തായാലും അയാളോട് ആരെങ്കിലും ഇത് പറഞ്ഞു കൊടുക്കട്ടോ, ഇത് അയാൾക്കെതിരെ വന്ന വാർത്തയാണെന്ന്. എന്തോ അവാർഡ് കിട്ടിയതുപോലെയൊക്കെ പുള്ളിക്കാരൻ അത് എടുത്ത് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്.
ഇതിനെതിരെയുള്ള കേസുകളും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും പക്ഷെ നമ്മൾക്ക് ആദ്യം വേണ്ടത് ഞങ്ങളൊക്കെ ഒരുപാട് ബഹുമാനിക്കുന്ന, ഒരുപാട് ആരാധിക്കുന്ന ഒരു പേരാണ് ഈ അമ്മ എന്ന് പറഞ്ഞാൽ. അമ്മ എന്ന് പറഞ്ഞൊരു വാക്ക് ഏതൊരു മക്കളും ആരാധിക്കുന്ന ഒരു വാക്കാണ്. അപ്പൊ ആ ഒരു വാക്ക് നിങ്ങളെടുത്ത് മാറ്റുക, നിങ്ങളുടെ സംഘടനയിൽ നിന്ന് ഈ ഒരു വാക്ക് എടുത്ത് മാറ്റുക. ഇപ്പൊ എല്ലാവരും വാർത്താ ചാനലൊക്കെ എല്ലാവരും AMMA എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാര്യം എല്ലാവർക്കും അറിയാം അമ്മ എന്ന് പറഞ്ഞൊരു വാക്കിന്റെ ആ ഒരു വാല്യൂ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആരും ഇപ്പൊ അമ്മയെന്ന് ഉച്ചരിക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിയുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്ത്രീകളെ അതിന്റെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. കാര്യം അവർക്ക് കുറച്ചുകൂടെ സ്ത്രീകൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയാ പറയാൻ എളുപ്പമുള്ളത് സ്ത്രീകളോട് തന്നെ ആയിരിക്കും മെയിനായിട്ട്. അതുപോലെ തന്നെ വേറൊരു വിഷയമാണ് ഇതിപ്പോഴേ മുകേഷ് പറഞ്ഞിരിക്കുന്നത്. ഈ മീനുവിനോട് മുകേഷ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അറിയാതെ നീ ഒന്നും ഒരിക്കലും ഗ്രൂപ്പിൽ കയറില്ല അല്ലെങ്കിൽ സംഘടനയിൽ കയറില്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഒരു സ്ത്രീയാണ് നേതൃസ്ഥാനം ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അവരെ സഹായിക്കാൻ പറ്റിയേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും സംഘടനകളുടെ നേതൃസ്ഥാനത്ത് തന്നെ സ്ത്രീകൾ ഉണ്ടാവണം. അല്ലാതെ ഈ ചുമ്മാതെ ജോയിന്റ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ് പേര് കൊടുക്കാതെ നേതൃസ്ഥാനത്തേക്ക് വരിക. അതുപോലെ തന്നെ ഈ മുതിർന്ന താരങ്ങൾ എന്ന് പറഞ്ഞ ഈ കിളവന്മാര്, വയസ്സന്മാരെയൊക്കെ പിടിച്ച് മാറ്റിയിട്ട് ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ അതാവുമ്പോഴത്തേക്ക് അവർക്ക് പുതിയ ട്രെൻഡുകളും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. എപ്പോഴുള്ള എന്താ പറയാ, ഈ പണ്ടുള്ളവർക്ക് സത്യം പറഞ്ഞാല് ഒരു സ്ത്രീയെ കയറി പിടിച്ചാലോ അല്ലെങ്കിൽ അവളോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാലോ അത് അത്രയ്ക്കേ ഉള്ളൂ, അവരങ്ങനെയൊക്കെ കാണത്തുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വഴിമാറിയെന്നും അല്ലെങ്കിൽ ദിശ മാറിയെന്നും അവരറിയുന്നില്ല. ഇതൊക്കെ അറിയാവുന്നത് ഇപ്പോഴത്തെ യൂത്ത് പിള്ളേർക്കാണ്. അപ്പൊ അവരെ നമ്മുടെ ടൊവിനോയും ആസിഫ് അലിയെ പോലുള്ള നല്ല ആൾക്കാർ ഇപ്പോഴും സിനിമയിലുണ്ട്. അപ്പൊ അവരെയൊക്കെ പിടിച്ചിട്ട് നേതൃസ്ഥാനത്തെ കൊണ്ടുവരേണ്ടതാണ്. അതാണ് ചെയ്യാനുള്ള കാര്യം കേട്ടോ, മെയിനായിട്ട് ചെയ്യേണ്ടത്. പിന്നെ ഇതിനിടയ്ക്ക് ആൾക്കാർ പറഞ്ഞു വരുന്നത് നമ്മുടെ മോഹൻലാലിനെതിരെ പറഞ്ഞിട്ട് ചെകുത്താനെ പിടിച്ച് ജയിലിലിട്ടായിരുന്നു. അതിന്റെ ഒരു ബ്രാക്കിന്റെ ഭവിഷ്യത്തൊക്കെയാണെന്ന് പറഞ്ഞു വരുന്നുണ്ട്. എന്തായാലും എല്ലാം കളയി തെളിയട്ടെ, നമുക്ക് എന്തായാലും കാത്തിരിക്കാം. അടുത്തത് ആരാണെന്ന് നമുക്ക് കാത്തിരിക്കാം. ഇത് പറഞ്ഞു തീരുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ അമ്മയിൽ നിന്ന് അവസാനമായിട്ട് AMMAയിൽ നിന്ന് അവസാനമായിട്ട് ഇറങ്ങി പോകുന്ന ആള് അവിടുത്തെ ഫാനിന്റെയും ലൈറ്റിന്റെയും സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പോകേണ്ടതാണ്. ഇനി എന്ന് തുറക്കാൻ പറ്റുന്നൊരു പിടുത്തം നമ്മൾക്കില്ലല്ലോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. അതുവരേക്കും ഗുഡ് ബൈ.